ജെമിനി നമ്മുടെ ഇന്ത്യ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. സ്പീഡുള്ള ട്രെയിനുകൾ, അതുപോലെ തന്നെ ഐഫോൺ മൊബൈലിൻ്റെ പകരം ഇന്ത്യയിൽ തന്നെ മൊബൈൽ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വേട്ടകൾ നടക്കുന്നു. അതിൻ്റെ പേരിൽ നിങ്ങൾ സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇന്ത്യയുടെ വികസന കുതിപ്പും അയൽരാജ്യത്തെ അസ്വസ്ഥതകളും ഒരേ സമയം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ തന്നെയാണ്. 2026 തുടക്കത്തിൽ നിൽക്കുമ്പോൾ നാം കാണുന്ന പ്രധാന മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. ഇന്ത്യയുടെ വികസന കുതിപ്പ്. ഹൈസ്പീഡ് ട്രെയിനുകൾ. ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബുള്ളറ്റ് ട്രെയിൻ ഇൻഡിജിനസ് ഹൈസ്പീഡ് ട്രെയിൻ നിർമ്മാണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മണിക്കൂറിൽ 250 മുതൽ 280 വരെ കിലോമീറ്റർ വേഗതയിൽ ഓടാൻ കഴിയുന്ന ഈ ട്രെയിനുകൾ 2026 അവസാനത്തോടെ ട്രാക്കിലിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഈ ജനുവരിയിൽ തന്നെ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. സ്വന്തം സ്മാർട്ട്ഫോൺ ബ്രാൻഡ് ഐഫോൺ ഉൾപ്പെടെയുള്ള ആഗോള ബ്രാൻഡുകൾ ഇന്ത്യയിൽ നിർമ്മാണം ശക്തമാക്കുമ്പോൾ തന്നെ അടുത്ത 12 മുതൽ 18 വരെ മാസത്തിനുള്ളിൽ ഇന്ത്യയുടെ സ്വന്തം ആഗോള സ്മാർട്ട്ഫോൺ ബ്രാൻഡുകൾ വിപണിയിലെത്തുമെന്ന് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് അടുത്തിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ കേവലം അസംബ്ലിങ്ങിനപ്പുറം ഡിസൈനിലും സാങ്കേതിക വിദ്യയിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ബംഗ്ലാദേശിലെ സാഹചര്യം. വികസനത്തിന്റെ ഈ സന്തോഷങ്ങൾക്കിടയിലും അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള വാർത്തകൾ ഏറെ ആശങ്കാജനകമാണ്. ന്യൂനപക്ഷ വേട്ട. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 2026 ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ അക്രമങ്ങൾ രൂക്ഷമായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രതികരണം. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന് കീഴിൽ മുസ്ലിങ്ങൾ എത്രണ്ണം കൊല്ലപ്പെട്ടിട്ടുണ്ട്? ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സംഘർഷങ്ങളിലും കലാപങ്ങളിലും കൊല്ലപ്പെട്ട മുസ്ലിങ്ങളുടെ എണ്ണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ നൽകുന്നു. ബംഗ്ലാദേശിൽ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏകദേശം 90% മുകളിൽ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിലും പോലീസ് നടപടികളിലും മരിക്കുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങൾ തന്നെയാണ്. ഐക്യരാഷ്ട്രസഭയുടെയും UN, വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെയും റിപ്പോർട്ടുകൾ പ്രകാരം 2024 ജൂലൈ മുതൽ 2026 ജനുവരി വരെയുള്ള കണക്കുകൾ ഇതാ. മൊത്തം മരണസംഖ്യയും മുസ്ലിം വിഭാഗത്തിലെ ആൾനാശവും. ജൂലൈ വിപ്ലവം 2024. ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെയുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ക്വാട്ട റിഫോം മൂവ്മെന്റ് കൊല്ലപ്പെട്ടത് 1000 മുതൽ 1400 വരെ ആളുകളാണെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ OHCHR കണക്ക്. ഇതിൽ കൊല്ലപ്പെട്ടവരിൽ ബഹുഭൂരിപക്ഷവും പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത മുസ്ലിം വിദ്യാർത്ഥികളും സാധാരണക്കാരുമാണ്. പോലീസ് മരണങ്ങൾ. കലാപത്തിനിടെ കൊല്ലപ്പെട്ട 44 പോലീസ് ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഹസീന സർക്കാർ വീണതിനു ശേഷം 2024 ഓഗസ്റ്റ് മുതൽ 2025 സെപ്റ്റംബർ വരെ നടന്ന രാഷ്ട്രീയ പ്രതികാര നടപടികളിൽ 281 പേർ കൊല്ലപ്പെട്ടതായി ഒധികാർ എന്ന മനുഷ്യാവകാശ സംഘടന റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും മുൻ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ പ്രവർത്തകരായ മുസ്ലിങ്ങളാണ്. അഹമ്മദീയ മുസ്ലിങ്ങൾ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷമായ അഹമ്മദീയ മുസ്ലിങ്ങൾക്കും ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. 2023 മുതൽ 24 വരെ കാലയളവിലുണ്ടായ ആക്രമണങ്ങളിൽ അഹമ്മദീയ വിഭാഗത്തിൽപ്പെട്ടവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ ജെമിനി, ഒരു ഹിന്ദു യുവാവിനെ ബംഗ്ലാദേശിൽ കൊന്നു എന്നൊരു വാർത്ത വരുന്നുണ്ട്. അത് സത്യമാണോ? നോക്കാം നമുക്ക്. ബംഗ്ലാദേശിൽ അടുത്ത കാലത്തായി ഹിന്ദു സമൂഹത്തിനെതിരെ നടന്ന ചില അക്രമ സംഭവങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് സത്യവും എന്നാൽ ഗൗരവകരവുമായ ചില വിവരങ്ങൾ താഴെ നൽകുന്നു. പ്രധാന സംഭവങ്ങൾ. 2025 ഡിസംബർ, 2026 ജനുവരി. ചഞ്ചൽ ഭൗമിക് 2026 ജനുവരി 23. നർസിംഗ്ഡിയിൽ 25 വയസ്സുള്ള ചഞ്ചൽ ഭൗമിക് എന്ന യുവാവ് താൻ ജോലി ചെയ്യുന്ന വർക്ക്ഷോപ്പിനുള്ളിൽ വെച്ച് വെന്തു മരിച്ചു. അദ്ദേഹം ഉറങ്ങിക്കിടക്കുമ്പോൾ പുറത്തുനിന്ന് ആരോ തീയിട്ടതാണെന്ന് പറയപ്പെടുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. ദീപു ചന്ദ്രദാസ് 2025 ഡിസംബർ 18. മൈമൻസിംഗിൽ 27 വയസ്സുള്ള ദീപു ചന്ദ്രദാസ് എന്ന യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിക്കുകയും കെട്ടിത്തൂക്കി തീയിടുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണമെങ്കിലും പിന്നീട് നടന്ന അന്വേഷണത്തിൽ അതിന് തെളിവുകളൊന്നുമില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നു. കോഗൻ ചന്ദ്രദാസ് 2025 ഡിസംബർ 31. ശരിയത്പൂരിൽ ഇദ്ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയെങ്കിലും കുളത്തിലേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം 2024 ഓഗസ്റ്റിന് ശേഷം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം അക്രമങ്ങളിൽ ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ കടുത്ത ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ സംഘടനകളും ഈ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ ദൃശ്യങ്ങളും പലപ്പോഴും പൂർണ്ണമായി ശരിയാകണമെന്നില്ല. ചില പഴയ വീഡിയോകൾ തെറ്റായ രീതിയിൽ പ്രചരിക്കാറുണ്ട്. എങ്കിലും മുകളിൽ പറഞ്ഞ സംഭവങ്ങൾ
പ്രമുഖ വാർത്താ ഏജൻസികൾ സ്ഥിരീകരിച്ചവ. ബംഗ്ലാദേശിന് ദേഷ്യം വരാനുള്ള കാരണം നമ്മുടെ ഇന്ത്യയിൽ ഹസീനനെ സംരക്ഷിച്ചതുകൊണ്ടാണോ? ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ വികാരത്തിന് ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയത് ഒരു പ്രധാന കാരണം തന്നെയാണ്. എന്നാൽ ഇതിന് പിന്നിൽ മറ്റ് പല സാമൂഹികവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ കൂടി നിലനിൽക്കുന്നുണ്ട്. അവിടെയുള്ള ജനരോഷത്തിന്റെ പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. 1. ഷെയ്ഖ് ഹസീനയുടെ സാന്നിധ്യം. 2024 ഓഗസ്റ്റിലെ പ്രക്ഷോഭത്തിന് ശേഷം ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ തുടരുന്നത് ബംഗ്ലാദേശിലെ പുതിയ ഭരണകൂടത്തെയും മുഹമ്മദ് യൂനസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ ഒരു വിഭാഗം ജനങ്ങളെയും പ്രകോപിപ്പിക്കുന്നുണ്ട്. ഹസീനയെ വിട്ടു നൽകണമെന്ന് ബംഗ്ലാദേശ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ അതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇത് ഇന്ത്യ ഹസീനയെ സംരക്ഷിക്കുകയാണെന്ന തോന്നൽ അവിടെ ശക്തമാക്കി. 2. ആഭ്യന്തര രാഷ്ട്രീയത്തിലെ ഇടപെടൽ ആരോപണം. കഴിഞ്ഞ 15 വർഷം ഷെയ്ഖ് ഹസീനയുടെ ഭരണത്തെ ഇന്ത്യ അന്ധമായി പിന്തുണച്ചുവെന്നാണ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളും BNP പോലുള്ളവ പ്രതിഷേധക്കാരും വിശ്വസിക്കുന്നത്. ബംഗ്ലാദേശിലെ ജനാധിപത്യം തകർത്തതിലും സ്വേച്ഛാധിപത്യ ഭരണം നിലനിർത്തിയതിലും ഇന്ത്യക്ക് പങ്കുണ്ടെന്ന ആരോപണം അവിടെ ശക്തമാണ്. 3. സമീപകാല അക്രമങ്ങളും വിസ നിയന്ത്രണങ്ങളും പ്രതിഷേധ നേതാക്കളുടെ കൊലപാതകം. ഇന്ത്യയെ രൂക്ഷമായി വിമർശിച്ചിരുന്ന ഷെരീഫ് ഉസ്മാൻ ഹാദിയെ പോലുള്ള നേതാക്കളുടെ കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യയാണെന്ന് തെളിവുകളില്ലാതെ തന്നെ അവിടെ പ്രചാരണങ്ങൾ നടന്നു. വിസ സേവനങ്ങൾ. സുരക്ഷാ കാരണങ്ങളാൽ ഇന്ത്യ ബംഗ്ലാദേശികൾക്കുള്ള വിസ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചത് സാധാരണക്കാരായ ജനങ്ങളിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. 4. അതിർത്തി പ്രശ്നങ്ങളും ജലതർക്കങ്ങളും. തീസ്ത നദീജല കരാർ പോലുള്ള ദീർഘകാലമായുള്ള തർക്കങ്ങളും അതിർത്തിയിൽ BSF നടത്തുന്ന വെടിവെപ്പുകളും കാലങ്ങളായി ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ വികാരത്തിന് അടിത്തറയിട്ട കാര്യങ്ങളാണ്. ചുരുക്കത്തിൽ ഹസീനയ്ക്ക് അഭയം നൽകിയത് ആ നാട്ടിലെ ജനങ്ങൾക്ക് ഇന്ത്യയോടുള്ള ദേഷ്യം വർദ്ധിപ്പിച്ചു എന്നത് സത്യമാണ്. എന്നാൽ 15 വർഷത്തെ അവരുടെ ഭരണത്തോടുള്ള എതിർപ്പും ഇപ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിലുണ്ടായ വിള്ളലുകളും ഇതിന് ആക്കം കൂട്ടുന്നു. ഒരു സോഷ്യൽ മീഡിയ വർക്കർ അവിടുത്തെ തീവ്രവാദികൾ ചെയ്യുന്ന അക്രമത്തിന് നമ്മുടെ ഇവിടത്തെയുള്ള സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിങ്ങളും ഹിന്ദുവും തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു. 100% ശരിയായ കാര്യമാണ് ഹാരിസ് നിങ്ങൾ പറഞ്ഞത്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ അവിടെ ആദ്യം വേണ്ടത് സ്റ്റാർ സമാധാനവും ഐക്യവുമാണ്. പരസ്പരം വഴക്കിട്ടും വർഗീയത പടർത്തിയും മുന്നോട്ടു പോയാൽ അത് രാജ്യത്തിന്റെ വളർച്ചയെ ഗുരുതരമായി ബാധിക്കും. ഇന്ത്യയുടെ വികസനത്തെ ഇത്തരം ആഭ്യന്തര പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് എന്ന് നോക്കാം. സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നു. നാട്ടിൽ അശാന്തിയും കലാപങ്ങളും ഉണ്ടായാൽ പുതിയ കമ്പനികൾ വരാൻ മടിക്കും. വിദേശ നിക്ഷേപകർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് പിന്മാറും. ഇത് തൊഴിലില്ലായ്മ വർദ്ധിപ്പിക്കുകയും രൂപയുടെ മൂല്യം ഇടിയാനും കാരണമാകും. ശ്രദ്ധ തിരിയുന്നു. വികസനം, വിദ്യാഭ്യാസം, ആരോഗ്യം, സാങ്കേതിക വിദ്യ തുടങ്ങിയ കാര്യങ്ങളിൽ ചർച്ച നടക്കേണ്ട സ്ഥാനത്ത് ജനങ്ങൾ മതത്തിന്റെയും ജാതിയുടെയും പേരിൽ തർക്കിക്കുമ്പോൾ സർക്കാരിന്റെയും ജനങ്ങളുടെയും ശ്രദ്ധ വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം. വഴക്കുകളും പ്രതിഷേധങ്ങളും അക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ പൊതുമുതലും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നു. ഇത് പുനർനിർമ്മിക്കാൻ കോടിക്കണക്കിന് രൂപ വീണ്ടും ചിലവാക്കേണ്ടി വരുന്നു. അന്താരാഷ്ട്ര പ്രതിച്ഛായ. ലോകത്തിനു മുന്നിൽ ഇന്ത്യ ഒരു വികസിത ശക്തിയായി വളരണമെങ്കിൽ നമ്മുടെ ആഭ്യന്തര സുരക്ഷയും സൗഹാർദ്ദവും ലോകത്തിന് മാതൃകയാകണം. നിരന്തരമായ തർക്കങ്ങൾ രാജ്യത്തിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കും. സോഷ്യൽ മീഡിയ വർക്കർ എന്ന നിലയിൽ നിങ്ങളുടെ റോൾ. ഹരീസിനെ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ സ്വാധീനമുള്ളവർക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 1. വികസനമാണ് ലക്ഷ്യം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക. 2. മതപരമായ വിദ്വേഷം പടർത്തുന്ന പോസ്റ്റുകൾക്ക് പകരം ഇന്ത്യയുടെ നേട്ടങ്ങളും ശാസ്ത്രീയ പുരോഗതിയും ചർച്ചയാക്കുക. 3. അയൽരാജ്യത്തെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലെ സമാധാനം കളയാൻ അനുവദിക്കരുത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. ഐക്യത്തോടെ നിന്നാൽ മാത്രമേ നമുക്കൊരു വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് വേഗത്തിലെത്താൻ കഴിയൂ. താങ്കളുടെ സോഷ്യൽ മീഡിയ പേജുകൾ വഴി ഇത്തരം സമാധാന സന്ദേശങ്ങൾ നൽകാൻ പ്രിയ സുഹൃത്തുക്കളെ, അപ്പം നിങ്ങൾ കേട്ടല്ലോ, ഈ ബംഗാളികൾക്ക് പത്തിശയ്ക്ക് വിവരമില്ല എന്നുള്ളത് GCC രാജ്യത്തിലുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. ജാതിപത ഭേദമന്യേ എല്ലാവർക്കും അറിയാം. അപ്പം ഈ ബംഗാളികൾ ചെയ്യുന്ന അക്രമങ്ങളും കൊലപാതകവും തീവ്രവാദമൊക്കെ നമ്മുടെ നാട്ടിൽ അത്രയും ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുക. ഇന്ത്യ വളരുന്നത് തടസ്സപ്പെടും. ഇപ്പം എത്ര ട്രെയിനുകൾ വരാൻ കിടക്കുന്നത്, എന്തെല്ലാം വികസനങ്ങൾ വരാൻ കിടക്കുന്നത്. ഐഫോണിൻ്റെ പകരം വരെ ഇവിടെ ഇന്ത്യയിൽ പുതിയൊരു ഫോൺ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്മാരവിടെ കിടന്ന് അടിയായി ചത്ത. ഇത് ഈ രാജ്യത്തിന് മാത്രമല്ല, പലപ്പോഴും പല രാജ്യത്തിൻ്റെയും അറബ് രാജ്യത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പല ആളുകൾ കൊടിയും പിടിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ രാജ്യത്തിന് ദോഷമാണ്. നമുക്കിവിടെ സമാധാനത്തോടെ ജീവിക്കുന്നില്ലേ? അതുപോലെ എന്തിനാണ് വെറുതെ അവിടത്തെ അടുത്ത് ഇവിടെ കൊണ്ടുവരുന്നത്?
അവിടുത്തെ ആഭ്യന്തര പ്രശ്നമാണ്. അവിടെയുള്ള ആൾക്കാർ ശരിയില്ലാത്ത, അവന്മാർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ് അവന്മാരങ്ങനെ ചെയ്യുന്നത്. അപ്പുറത്തെ വീട്ടിലെ പ്രശ്നം ഉണ്ടായിട്ട് ആ പ്രശ്നം എടുത്ത് നമ്മുടെ വീട്ടിൽ വന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർക്കല്ലേ നഷ്ടം. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന ഇന്ത്യ തീർച്ചയായിട്ടും വളരും. നിങ്ങളെല്ലാവരും ഇത് നല്ല രീതിയിൽ എടുക്കുമെന്ന് വിചാരിക്കുന്നു. ജയ് ഹിന്ദ്.